സാമ്പത്തിക തിരിമറി നടത്തി സസ്പെൻഷനിലായ ജീവനക്കാരനെ തിരിച്ചെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആര്യൻകാവ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്ന AV വിജേഷ് നടത്തിയത് അരക്കോടിയുടെ തിരിമറിയാണ്. വിജേഷ് ജോലി ചെയ്ത മറ്റിടങ്ങളിൽ ഓഡിറ്റ് നടത്താൻ കാലതാമസം ഉണ്ടാകുന്നതിനാൽ സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്നാണ് വിചിത്രവാദം. തുടർ നടപടികളിൽ ഇല്ലാത്തതിനാൽ ദേവസ്വം ജീവനക്കാർക്കിടയിലും അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, അതായത് ഒരിടത്ത് മാത്രം നടത്തിയത് അരക്കോടിയുടെ തിരിമറി. ഇപ്പോൾ പറയുന്നത് ഇയാൾ ജോലി ചെയ്ത മറ്റിടങ്ങളിൽ ഓഡിറ്റ് നടക്കാൻ വൈകുന്നത് കൊണ്ടാണ് സസ്പെൻഷൻ പിൻവലിക്കുന്നത് എന്നാണ്. അതായത് അരക്കോടിയുടെ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും അയാളെ ചേർത്ത് പിടിക്കുന്നു, അയാൾക്ക് കുട പിടിക്കുന്നു ദേവസ്വം ബോർഡ്. ശരിയല്ലേ? തീർച്ചയായിട്ടും വലിയ വിചിത്രമായ ഒരു വാദം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അരക്കോടി അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ നടപടികൾ ഉണ്ടായി. സസ്പെൻഷൻ നടപടികൾ ഉണ്ടായതിനു ശേഷം ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലും ജോലി ചെയ്ത സ്ഥലങ്ങളിലും കൃത്യമായ രീതിയിൽ ഇത്തരം അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. ആ ആക്ഷേപങ്ങൾ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന ഒരു ഉത്തരവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥന് മറ്റ് ആക്ഷേപങ്ങളിൽ അന്വേഷണം നടക്കാത്ത സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥനെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിചിത്രവാദമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തിക തിരിമറി നടത്തി സസ്പെൻഷനായി, പിന്നീട് 50 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന് തന്നെ കണ്ടെത്തുന്നത് ദേവസ്വം ബോർഡിന്റെ തന്നെ ഓഡിറ്റ് വിഭാഗമാണ്. ഈ ഓഡിറ്റ് നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകളിൽ അല്ലെങ്കിൽ ഇടപാടുകളിൽ ക്രമക്കേട് ഈ ഉദ്യോഗസ്ഥൻ നടത്തി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ആര്യൻകാവ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ AV വിജേഷ് ആണ് ഇത്തരത്തിലുള്ള അഴിമതി നടത്തി അല്ലെങ്കിൽ അത് കൃത്യമായി ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഓഡിറ്റിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ നിലവിൽ ദേവസ്വം ബോർഡിന്റെ വിചിത്രവാദം മറ്റു സ്ഥലങ്ങളിൽ ഇദ്ദേഹം ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനും ഈ ഓഡിറ്റിൽ ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നടത്തി എന്ന് സംബന്ധിച്ച് ഓഡിറ്റിൽ കൃത്യമായ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ മറ്റു സ്ഥലങ്ങളിലും ഈ ഇദ്ദേഹം നടത്തിയ ഇടപാടുകൾ അല്ലെങ്കിൽ കരാറുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് തന്നെ ഈ അന്വേഷണത്തിൽ കൃത്യമായ പുരോഗതിയില്ല, തുടരന്വേഷണം നടക്കുന്നില്ല, ഈ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നു എന്ന സംബന്ധിച്ചുള്ള ഒരു വിചിത്രവാദം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ എന്താണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത് വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആ ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ മറ്റ് ബോർഡ് അംഗങ്ങളോ ഇതുവരെയും പ്രതികരിക്കാനും തയ്യാറാകാത്ത സാഹചര്യമാണ്. സർക്കാരിന്റെയും ബോർഡിന്റെയും സംരക്ഷണം തന്നെയാണ് ഇത്തരത്തിൽ 50 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നത്. ഈ അഴിമതി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഓഡിറ്റ് വിഭാഗമാണ്. അത്തരത്തിൽ ഇദ്ദേഹം നടത്തിയ ഇടപാടുകളിൽ ക്രമക്കേടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അഴിമതിക്കാരനെ ദേവസ്വം ബോർഡ് സംരക്ഷിക്കുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീഷ്, അതായത് ഇപ്പോൾ ഇയാൾ ജോലി ചെയ്ത മറ്റിടങ്ങളിലെ ഓഡിറ്റിന് കാലതാമസം ഉണ്ടാകുന്നു എന്ന കാരണത്താലാണല്ലോ തിരിച്ചെടുത്തത്. അതായത് മറ്റിടങ്ങളിലെ കാലതാമസം എന്തെങ്കിലും ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണോ? ഇനി അതല്ല, അവിടെ കൂടി ഓഡിറ്റിംഗ് നടന്നാൽ വിജേഷിനത് തിരിച്ചടിയാകും എന്ന തോന്നലാണോ? ഇനി ഈ വിചിത്രവാദം ആ നിലയ്ക്ക് എല്ലായിടത്തും ഓഡിറ്റ് നടന്നാൽ വലിയ തിരിച്ചടിയാകുമോ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന് ദേവസ്വം ബോർഡിലെ തന്നെ ഒരു വിഭാഗം ബോർഡ് അംഗങ്ങൾ സംരക്ഷണം ഒരുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇദ്ദേഹം നടത്തിയ ഇടപാടുകൾ അല്ലെങ്കിൽ മറ്റു കരാറുകൾ നടത്തിയത് ദേവസ്വം ബോർഡിലെ പർച്ചേസുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്തിരുന്ന് നടത്തിയ ഒരു ഓഡിറ്റാണ് നടന്നത്. ആ ഓഡിറ്റിലാണ് ഇത്തരത്തിൽ 50 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. മറ്റു സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയാണെങ്കിൽ
ഇദ്ദേഹത്തിനെതിരെ നിലവിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ മറ്റു ജീവനക്കാർ തന്നെ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ AV വിജേഷിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ മടിക്കുന്നു, ദേവസ്വം ബോർഡ് ഭരിക്കുന്നു എന്നതാണ്. ഈയൊരു മറ്റു സ്ഥലങ്ങളിലെ അന്വേഷണം, ആക്ഷേപങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലെ അന്വേഷണത്തിൽ നടത്താത്തതിന് പിന്നിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കാനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഈ ദേവസ്വം ബോർഡിലേക്ക് വീണ്ടും തിരിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമാണ് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി വിനേഷ്, ഈ വിജേഷ് എന്ന് വിളിച്ചത് ഈ തിരുമലക്കാരൻ്റെ പേര് വിജേഷാണ്, അത് ഒരു കൺഫ്യൂഷനായി വിളിച്ചു പോയതാണ് വിനേഷ്. ശരി, ഏതായാലും ഒരു തിരുമറിക്കാരനെ വല്ലാതെ ചേർത്ത് പിടിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനേഷ്.